ഹായ്, എല്ലാവർക്കും പ്രീതാസ് അമ്മൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെറൈറ്റി ആയ തക്കാളി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ 2 മുട്ടയും കൂടി ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 5 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 സവാള, 4 പച്ചമുളക്, ഇഞ്ചി, വേപ്പില, 2 മുട്ട, ഉപ്പ്, വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയുമാണ് തക്കാളി റോസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി, 4 പച്ചമുളക് കൂടി നന്നായി വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മുളകിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാളയ്ക്ക് ഇപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട്. ഈ സവാള ഒന്ന് നീക്കി വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലിട്ട് നന്നായി ഒന്ന് ചിക്കി എടുക്കണം. ഇപ്പോൾ മുട്ട ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് 1 മിനിറ്റ് വരെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇതിലോട്ട് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മൂടി വെച്ച് വേവിച്ചുകൊണ്ട് തക്കാളിയിൽ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി പാകത്തിന് റോസ്റ്റായി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കണം. മുട്ട ചേർത്ത തക്കാളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം കഴിക്കാനും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.